അപ്പോൾ ഇന്ന് രാവിലെ തന്നെ എണീറ്റിട്ട് ആദ്യത്തെ പണിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടികളെ സ്കൂളിലേക്ക് വിടണം. അപ്പോൾ അവരുടെ കാര്യങ്ങളൊക്കെ റെഡിയാക്കലായിരുന്നു, അവരുടെ ടിഫിൻ ബോക്സ് ഒക്കെ റെഡിയാക്കി സെറ്റാക്കായിരുന്നു ആദ്യത്തെ പണി. ഇന്ന് നമുക്ക് കുറച്ച് സ്പെഷ്യൽ ആയിട്ടുള്ളൊരു ദിവസമാണ്. അതിൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ആയിരിക്കും കേട്ടോ ഇന്നത്തെ ഒരു വീഡിയോ. നീ പോയിട്ട് ആദ്യം റെഡി ആയിട്ട് വാ, റെഡി ആയിട്ട് വാ, നാളെ പോവാ. മോനാണെങ്കിൽ നേരത്തെ പോവും. അവന് ക്ലാസ് 8 മണിക്ക് തുടങ്ങണ കാരണം ഒരു 6:15 ആകുമ്പോഴേക്കും ബസ് വരും കേട്ടോ. അപ്പോൾ അത് കാരണം കുറച്ച് നേരത്തെ തന്നെ എണീറ്റ് റെഡി ആയിട്ട് പോകേണ്ട ആവശ്യമുണ്ട്. അന്നമ്മ പിന്നെ പ്രീ കെ ജിയിലായതുകൊണ്ട് ആൾക്ക് ക്ലാസ് 9:15 കേട്ടോ. അപ്പോൾ അത് കാരണം കുറച്ച് ലേറ്റ് ആയിട്ട് പോയാൽ മതി. പിന്നെ നമ്മുടെ ഇവിടെ തൊട്ടടുത്ത് തന്നെയാണ്, അതുകൊണ്ട് നമുക്ക് നടന്ന് പോയിട്ട് കൊണ്ടാക്കാവുന്ന അത്ര ഇതുള്ളൂ. രാവിലെ സ്കൂളിലേക്ക് പോകുന്നേക്കാളും മുന്നേ കാര്യമായിട്ട് ഫുഡൊന്നും കഴിക്കാറില്ല കേട്ടോ. ആകെ കൂടി പാല് മാത്രമാണ്. അതും വലിയ ഇഷ്ടമൊന്നുമില്ല, എന്നാലും പാല് നമ്മൾ നിർബന്ധമായിട്ട് കൊടുക്കാൻ നോക്കാറുണ്ട്, എന്തെങ്കിലും കഴിച്ചിട്ട് വേണ്ട പോകാമെന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ അതെങ്കിലും അത് മാത്രം കുടിച്ചിട്ടാണ് പോകാറുള്ളത്. പിതാവിനും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ. ഇന്ന് പിന്നെ ചേട്ടൻ ലീവ് ആയതുകൊണ്ട് ഇവിടെ ഉണ്ട്. അപ്പോൾ പിന്നെ നമ്മൾ കാറിൽ കൊണ്ടാക്കാന്ന് വിചാരിച്ചിട്ട് ഇറങ്ങിയ കാരണം കുറച്ച് ലേറ്റ് ആയിട്ടാണ് കേട്ടോ ഇറങ്ങിയത്. കാര്യം നമുക്ക് കുറച്ച് ദൂരമേ ഉള്ളൂ, നടന്ന് പോകാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇന്ന് പിന്നെ വണ്ടിയിൽ കൊണ്ടാക്കണ കാരണം കുറച്ചും കൂടി ലേറ്റ് ആയിട്ടായിരുന്നു നമ്മൾ ഇറങ്ങിയത്. അങ്ങനെ മോളെ കൊണ്ടാക്കി വരുമ്പോൾ നമുക്ക് പാല് മേടിക്കാനുണ്ടായിരുന്നു. അപ്പോൾ അത് വാങ്ങിക്കാനായിട്ട് ചേട്ടൻ പോയ സമയത്ത്, ഇതൊരു വാലന്റൈൻസ് ഡേയുടെ തലേ ദിവസമാണ് കേട്ടോ, February 13th ദിവസത്തെ വിശേഷങ്ങളാണിത്. അങ്ങനെ പാല് മേടിക്കാൻ പോയപ്പോൾ എനിക്കൊരു ചെറിയൊരു പൂവും കൂടി, റോസാപ്പൂ, റെഡ് റോസൊക്കെ വാങ്ങിച്ചിട്ട് അതും കൂടി തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെനിക്കൊരു ചെറിയൊരു സർപ്രൈസ് ആയിരുന്നു. അങ്ങനെ മോളെ സ്കൂളിൽ വിട്ടിട്ട് നമ്മുടെ രാവിലത്തെ ഒരു തിരക്കൊക്കെ കഴിഞ്ഞ് പിന്നെ പതുക്കെ ഫ്രീ ആയിട്ടാണ് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചത്. ഹലോ, അപ്പോൾ നമ്മുടെ മോളുടെ ആനുവൽ ഡേ ആണ് കേട്ടോ ഒന്ന്. അപ്പോൾ ആനുവൽ ഡേ എന്ന് പറയുമ്പോൾ നമുക്ക് ഫസ്റ്റായിട്ട് മോൾ സ്റ്റേജിൽ കയറി പെർഫോം ചെയ്യുന്ന ഒരു ദിവസമാണ്. അപ്പോൾ ആനുവൽ ഡേ ആയതുകൊണ്ട് ഞാൻ വിചാരിച്ചു എന്തായാലും മോൻ്റെ ആനുവൽ ഡേ ഉണ്ടായപ്പോഴും ഇതുപോലെ നമ്മൾ വീഡിയോ ഒക്കെ എടുത്ത് നമ്മളതൊന്ന് എന്താ പറയുക, ഫസ്റ്റ് അവർ സ്റ്റേജിൽ കയറുന്നതും അവരുടെ പെർഫോമൻസൊക്കെ ആയതുകൊണ്ട് നമ്മളതൊന്ന് നമുക്ക് ഇനി എപ്പോഴും കാണാൻ വേണ്ടിയിട്ട് അതൊന്നൊരു വീഡിയോ ഒക്കെ ആക്കിയിട്ട് സേവ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ മോളിപ്പോൾ പ്രീ കെ ജി ആണ്. അപ്പോൾ ഇന്ന് ആനുവൽ ഡേ ആയതുകൊണ്ട് മോള് ഡാൻസിനുണ്ട്. അപ്പോൾ അവരുടെ ആ ഒരു ഫസ്റ്റ് സ്റ്റേജ് പെർഫോമൻസും അതുപോലെ ആ ഡ്രസ്സൊക്കെ ഇട്ടിട്ടുള്ള മേക്കപ്പും കാര്യങ്ങളൊക്കെ ഒന്ന് നമുക്ക് ആ ഒരു എപ്പോഴും നമ്മുടെ മക്കളിൽ ഇതുപോലെയുള്ള ചെറിയ ചെറിയ മൊമെന്റ്സ് നമുക്ക് എന്നും സ്പെഷ്യൽ ആയിരിക്കുമല്ലോ. അപ്പോൾ അതുകൊണ്ടൊക്കെ അതൊന്ന് ഒരു വീഡിയോ ആക്കാന്ന് വിചാരിച്ചു. ഇപ്പൊ ഇന്ന് മോളിപ്പോൾ പോയിട്ടുണ്ട് അവർക്ക് ഇനി പ്രാക്ടീസിന് വേണ്ടിയിട്ട്. ഇന്ന് ഈവനിങ് ആണ്, 4 മണി തൊട്ടാണ് പ്രോഗ്രാം. അപ്പോൾ അതിന് മുന്നേ ഇന്ന് ഉച്ചവരെ അവർക്ക് ഡാൻസ് പ്രാക്ടീസും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ അത് കാരണം ഇന്ന് മോള് പോയിട്ടുണ്ട്. ഇനി അത് കഴിഞ്ഞിട്ട് വന്നിട്ട് വേണം ആളുടെ ഡ്രസ്സൊക്കെ ഇടിച്ചിട്ട്, ചെറിയൊരു ഓൾട്രേഷൻ ഉണ്ട്, കുറച്ച് ലൂസ് ഉണ്ട് സ്കേർട്ട്. അപ്പോൾ അതൊന്ന് റെഡിയാക്കണം. പിന്നെ ചെറുതായിട്ട് മേക്കപ്പ് ഒക്കെ ചെയ്തിട്ടാണ് കൊണ്ടുവരാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ എക്സൈറ്റ്മെൻറ്റിലാണ് അന്നമ്മു. അപ്പോൾ മോൻ സ്കൂളിൽ പോയിട്ടുണ്ട്, എത്താറായിട്ടുണ്ട്. അപ്പോൾ മോനെ ആദ്യം പോയിട്ട് പിക്ക് ചെയ്യണം. സ്കൂൾ ബസ്സിലാണ് വരുന്നത്. അപ്പോൾ ഇവിടെ എത്താറാകുമ്പോൾ നമുക്ക് മിസ് കോള് വരും താഴെ എത്തുമ്പോൾ. അപ്പോൾ ഇവിടെ ഇപ്പോൾ എത്താറായിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ വിളിച്ചിട്ടുണ്ട്. പിന്നെ മോനെ കൊണ്ടുവരണം, എന്നിട്ട് വേണം മോളെ കൊണ്ടുവരാനായിട്ട് പോകാൻ. ഇപ്പോഴത്തെ സമയം എന്ന് പറയുന്നത് ഒരു 12:15 കഴിഞ്ഞു കേട്ടോ. ഇനി മോളുടെ സ്കൂളിലൊക്കെ ആണെങ്കിൽ 4 മണി തൊട്ടാണ് അവരുടെ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യണത്. അപ്പോൾ ആ ഒരു ടൈമൊക്കെ ആകുമ്പോഴേക്കും നമുക്ക് അവിടെ എത്തും വേണം. ബാ നിനക്ക് ഇത് ഉറങ്ങായിരുന്നാ? മോൻ 12:15, 12:30 യുദ്ധമൊക്കെ ആകുമ്പോഴേക്കും എത്തും. അതിനുശേഷം ഒരു 1:15 ആകുമ്പോൾ അന്നമ്മോൻ്റെയും ടൈം ആവും. അപ്പോൾ അന്നമ്മോനെ നമ്മൾ പിക്ക് ചെയ്തിട്ട് ഇപ്പോൾ വീട്ടിലേക്ക് തിരിച്ചു പോവാണ് കേട്ടോ. നമ്മളെപ്പോഴും നടന്നു പോയിട്ടാണ് ഞാൻ സാധാരണയായിട്ട് മോളെ കൊണ്ടുവരാറുള്ളത്. പക്ഷെ ഇന്നിപ്പോൾ അപ്പയ്ക്ക് ലീവ് ആയതുകൊണ്ട് വീട്ടിലുണ്ടല്ലോ. അപ്പോൾ അത് കാരണം പിന്നെ നമ്മൾ കാറിൽ പോയിട്ട് കൊണ്ടുവരാമെന്ന് വിചാരിച്ചു. പിന്നെ നമ്മൾ മക്കളെയൊക്കെ കൊണ്ടുവന്നതിന് ശേഷം പപ്പടമൊക്കെ കാച്ചിട്ട് പിന്നെ നമ്മൾ ചോറ് കഴിക്കായിരുന്നു കേട്ടോ. ഉച്ചയിലത്തെ ഫുഡായിരുന്നു. തലേദിവസത്തെ നമുക്ക് കറി ഉണ്ടായിരുന്നു. അപ്പോൾ പിന്നെ പപ്പടം കൂടി ഒന്ന് വറുത്തിട്ടുണ്ടായിരുന്നു. നമ്മുടെ ബട്ടർഫ്ലൈയുടെ ഡാൻസാണ്. അപ്പോൾ ബട്ടർഫ്ലൈ ഡ്രസ്സാണ് കേട്ടോ അന്നമ്മൻ്റെ.
നമുക്ക് അധികം ടൈമില്ല, കാരണം 1:15 കഴിഞ്ഞിട്ടാണ് മോള് വന്നത്. ഇനി 4 മണിയാകുമ്പോഴേക്കും നമുക്ക് എല്ലാവർക്കും റെഡി ആയിട്ട് ഇറങ്ങും വേണം. പിന്നെ മോളെ ആണെങ്കിൽ നമുക്ക് ആ ഒരു ഡാൻസിൻ്റെ ഡ്രസ്സിലേക്ക് വേണം, പിന്നെ ചെറുതായിട്ടൊന്നൊരു ലൈറ്റ് മേക്ക് പോലെ ചെയ്തിട്ട് വരാനും കൂടിയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ബട്ടർഫ്ലൈയുടെ പോലെ ഇങ്ങോട്ട് നോക്ക്. കുറച്ച് ദിവസങ്ങളായിട്ട് അന്നമ്മ ഈ ഒരു ദിവസത്തിന് വേണ്ടി വെയിറ്റിംഗ് ആണ് കേട്ടോ. അപ്പോൾ ഈ ഡ്രസ്സും കൂടി കിട്ടിയപ്പോൾ ആൾ നല്ല ഹാപ്പി. പിന്നെ വേഗം തന്നെ ഡ്രസ്സ് ചെയ്യാനായിട്ടുള്ള ഒരു തിരക്കായിരുന്നു. അങ്ങനെ ഡ്രസ്സൊക്കെ ചെയ്ത് കഴിഞ്ഞപ്പോൾ പിന്നെ അന്നമ്മൂൻ്റെ ഡാൻസിൻ്റെ സ്റ്റെപ്പൊക്കെ പതുക്കെ ചെറുതായി സ്റ്റാർട്ട് ചെയ്തു. നോക്കട്ടെ അമ്മ, നോക്കിയേ പോവാ. പിന്നെ അന്നമ്മൂനെ ചെറുതായിട്ട് ഒരു മേക്കപ്പൊക്കെ ചെയ്ത് കൊടുത്തിട്ട്, കാരണം അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ചെറിയൊരു മേക്കപ്പൊക്കെ കാര്യങ്ങൾ ചെയ്തിട്ട് തന്നെ വരാനായിട്ട്. മക്കളുടെ ലൈഫിൽ ഇതുപോലുള്ള ചെറിയ കാര്യങ്ങളൊക്കെ വരുമ്പോൾ നമുക്ക് പാരൻസിനായിരിക്കില്ലേ, അവർ നല്ല സന്തോഷവും ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ഒക്കെ ഉണ്ടെങ്കിൽ അതേപോലെ തന്നെ നമ്മൾക്കും ചെറുതായിട്ടുണ്ടായിരിക്കും. അതാണല്ലോ അതിൻ്റെ ഒരു ഇത്. നമ്മൾ റെഡി ആയിട്ട് ഇറങ്ങി വന്നപ്പോൾ കുറച്ച് ലേറ്റ് ആയിട്ടോ, അതായത് 4 മണിക്കാണ് നമ്മുടെ ഈ ആനുവൽ ഡേ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുന്ന ടൈം എന്ന് പറയുന്നത്. നമ്മൾ ഇറങ്ങിയപ്പോൾ ആ ഒരു ടൈം തന്നെയായി. നമ്മൾ പിന്നെ പോണ വഴിക്ക് മോൻ ഇവിടെ കരാട്ടെ ക്ലാസ്സിന് പോകുന്നുണ്ട്. അപ്പോൾ ആകെ കൂടി ആഴ്ചയിൽ 2 ദിവസമേ ഉള്ളൂ. അപ്പോൾ അത് കാരണം ആ ക്ലാസ് കളയണ്ടെന്ന് വിചാരിച്ചിട്ട് മോനെ അവിടെ ആക്കിയിട്ടാണ് പോണത്. പിന്നെ അവന് ആ ക്ലാസ്സിന് പോകാൻ ഇഷ്ടമുള്ള കാരണം പിന്നെ കൊണ്ടാക്കാൻ വലിയ കുഴപ്പമുണ്ടായില്ലേ. നമ്മൾ വിചാരിച്ചു ഇനി അനിയത്തിയുടെ ഒരു പ്രോഗ്രാം ഇതിന് വേണ്ടി നമ്മൾ വേറെ പോകുമ്പോൾ ഇനി അവനെയും കൂടി കൊണ്ടുപോകാത്തതിന് വിഷമം ഉണ്ടാവുമെന്ന് വിചാരിച്ചേ. പക്ഷെ ആൾക്ക് വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല. നമ്മുടെ ഈ പ്രോഗ്രാം നടക്കുന്നത് അൽവാദ മാളിലാണ് കേട്ടോ. അപ്പോൾ അൽവാദ മാളിലേക്കാണ് പോണത്. പക്ഷെ അവിടെ നിന്ന് നമുക്ക് എവിടെയാണ് കറക്റ്റ് ലൊക്കേഷൻ എവിടെയാണെന്ന് നമുക്ക് അറിയില്ല. അതായത് ആ ഹോൾ എവിടെയാണെന്നുള്ളത് നമുക്ക് കറക്റ്റ് അറിയില്ല. ഇനി അവിടെ പോയിട്ട് വേണം എവിടെയാണെന്നുള്ളത് കണ്ടുപിടിക്കാനായിട്ട്. നമുക്ക് ഈ കറക്റ്റ് ഇത് പ്രോഗ്രാം നടക്കുന്ന ഒരു ഹാള് കണ്ടുപിടിക്കാനായിട്ട് കുറച്ച് ടൈം എടുത്തു. നമുക്ക് എവിടെയാണെന്ന് കറക്റ്റ് സ്ഥലം അറിയാത്തതുകൊണ്ട്. പിന്നെ നമ്മൾ ടൈമിൽ തന്നെ എത്തിയിട്ടുണ്ടായിരുന്നു, എന്നാലും കുറച്ച് ലേറ്റായെന്ന് മാത്രം. നമ്മൾ നേരത്തെ ഇറങ്ങിയതാണ്, അതായത് സ്റ്റാർട്ട് ചെയ്യണ ആ ഒരു ടൈമിലേക്ക് തന്നെ എത്താനായിട്ട്. പക്ഷെ നമുക്കിത് എവിടെയാണ് സ്ഥലം എന്ന് കണ്ടുപിടിക്കാൻ കുറച്ച് അതിൻ്റെ ഉള്ളൊന്ന് ചുറ്റേണ്ടി വന്നു. അങ്ങനെ ഫസ്റ്റ് തന്നെ അന്നമ്മൂൻ്റെ ആയിരുന്നു കേട്ടോ ഡാൻസ്. കാരണം KG കുട്ടികൾ, ഏറ്റവും ചെറിയ കുട്ടികളിലായിരുന്നു ആദ്യത്തെ ഡാൻസ്. നമ്മൾ ഇവരുടെ പ്രാക്ടീസൊക്കെ കാണാറുണ്ടെങ്കിലും ഇനി സ്റ്റേജിൽ കളിക്കുന്നത് എങ്ങനെയാവുന്നുള്ളത് അറിയാണ്ട് നമുക്കൊരു ഇതുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ KG1 KG2 അങ്ങനെ ഓരോ ക്ലാസ്സിൻ്റെ ആയിട്ടുള്ള ഓരോ പ്രോഗ്രാമുകളും സ്കിറ്റും അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. മോള് പഠിക്കുന്നിടത്ത് KG2 വരെയുള്ളൂ കേട്ടോ. KG, KG1, KG2. അപ്പോൾ ഈ 3 ക്ലാസ്സുകാരുടെ പ്രോഗ്രാമുകൾ തന്നെയുള്ളൂ. അങ്ങനെ അന്നമ്മൂൻ്റെ ഡാൻസൊക്കെ കണ്ടു. പിന്നെ വേറെയും കുറേ സ്കിറ്റും അങ്ങനെ കുറച്ച് പരിപാടികളൊക്കെ ആയിട്ട് നമ്മളിങ്ങനെ കാണാമായിരുന്നു. അന്നമ്മ അത്യാവശ്യം നന്നായിട്ട് തന്നെ ഡാൻസ് കളിച്ചു കേട്ടോ. നമ്മൾ എങ്ങനെയായിരിക്കും എന്നുള്ളതുണ്ടായിരുന്നു. പക്ഷേ ആളും കുഴപ്പമില്ലാണ്ട് കളിച്ചു. പിന്നെ കുറച്ച് ഇങ്ങനെ ഡാൻസ് പെർഫോമൻസൊക്കെ കഴിഞ്ഞപ്പോൾ പിന്നെ അവർക്ക് ഓരോ കോമ്പറ്റീഷനൊക്കെ ക്ലാസ്സിലൊക്കെ ഇങ്ങനത്തെ ഫാൻസി ഡ്രസ്സ് അല്ലെങ്കിൽ പ്രിൻസ് ആൻഡ് പ്രിൻസസ് കോമ്പറ്റീഷൻ, അങ്ങനത്തെ സ്പോർട്സ് ഡേ, ഇങ്ങനെ ഓരോ ആക്ടിവിറ്റീസൊക്കെ ഉണ്ടായിരുന്നതിൻ്റെ പ്രൈസ് ഡിസ്ട്രിബ്യൂഷനൊക്കെ ആയിരുന്നു പിന്നെ ലാസ്റ്റിലുണ്ടായിരുന്നത്. അങ്ങനെ ഇപ്പോൾ കുറച്ച് അന്നമൂലം കിട്ടിയിട്ടൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്കാണെങ്കിലും മക്കൾക്ക് ഇതുപോലെയൊക്കെ അവർ പ്രൈസ് വാങ്ങിക്കുമ്പോൾ നമുക്കാണല്ലോ അതിനേക്കാളും സന്തോഷം. അങ്ങനെ അതൊക്കെ കിട്ടിയതൊക്കെ കൊണ്ടുവന്ന് കാണിച്ചു തരുമ്പോഴും ആൾ നല്ല ഹാപ്പി ആയിട്ട് മെഡൽ കിട്ടിയപ്പോൾ മാല കിട്ടി എന്നൊക്കെ പറഞ്ഞിട്ടായിരുന്നു നമുക്കൊക്കെ കൊണ്ടുവന്നിട്ട് ഓരോന്നായിട്ട് നമ്മുടെ അടുത്ത് വന്ന് കാണിച്ചു തരുന്നുണ്ടായിരുന്നു. അന്നമൂൻ്റെ ഫസ്റ്റ് സ്റ്റേജ് പെർഫോമൻസ് ഒരു ബട്ടർഫ്ലൈ ഡാൻസ് ആയിരുന്നെങ്കിൽ അന്നമൂൻ്റെ നമ്മുടെ ഫസ്റ്റ് ബർത്ത്ഡേ എന്ന് പറയുന്നതും ഒരു ബട്ടർഫ്ലൈ തീം തന്നെയായിരുന്നു കേട്ടോ നമ്മൾ സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിൻ്റെയാണ് ഈ ഒരു 2 ഫോട്ടോസ്. നമ്മൾ കുട്ടികളിൽ ഇതുപോലെയുള്ള ഓരോ കാര്യങ്ങളും നമുക്ക് പാരൻസിന് അത്രത്തോളം സ്പെഷ്യലായിരിക്കില്ലേ. പിന്നെ പ്രത്യേകിച്ച് അവരുടെ ഫസ്റ്റ് എന്താ പറയണ ഓരോ കാര്യങ്ങളും അവരുടെ ഫസ്റ്റ് എന്ന് പറയണ എന്താ പറയുക, ഫസ്റ്റ് അവർ സംസാരിച്ചു തുടങ്ങിയത് അല്ലെങ്കിൽ ഫസ്റ്റ് അവർ നടന്നു തുടങ്ങിയത്, അങ്ങനെ ഓരോ കാര്യങ്ങളും അവരുടെ ആദ്യത്തെ എന്ന് പറയുന്നത് നമുക്ക് കുറച്ചുകൂടി സ്പെഷ്യലായിരിക്കും. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അവരുടെ മോളുടെ ഈ ഒരു ഡാൻസ് പെർഫോമൻസ് ഒന്ന് ഇതുപോലെ ഒന്ന് വീഡിയോ ആക്കിയിട്ട് നമുക്കാണെങ്കിൽ ഇനി അത് എന്നും നമുക്കിങ്ങനെ എടുത്തു വയ്ക്കാനും പറ്റുമല്ലോ. അപ്പോൾ അതായിരുന്നു. അപ്പോൾ ഞാൻ ഡാൻസിൻ്റെ കുറച്ച് ക്ലിപ്സ് ഒന്നും ഇവിടെ ആഡ് ചെയ്യാമെന്ന് വിചാരിച്ചു. എല്ലാ കുട്ടികളും KG ആണ് കേട്ടോ. അപ്പോൾ ഒരു 3-4 വയസ്സുള്ള കുട്ടികളാണ് ഈ ഒരു ഡാൻസ് കളിക്കുന്നത്. അപ്പോൾ അവരെ പ്രാക്ടീസ് ചെയ്യിപ്പിച്ച ടീച്ചേഴ്സാണെങ്കിലും ഈ കുട്ടികളാണെങ്കിലും ഓരോ സ്റ്റെപ്പ് ഇങ്ങനെ മറക്കാതെ ഓർത്തോർത്ത് കളിക്കുന്നതിന് എന്തായാലും സമ്മതിക്കണം. അങ്ങനെ വലിയ കുഴപ്പമില്ലാണ്ട് അത്യാവശ്യം നന്നായിട്ട് തന്നെ എല്ലാ കുട്ടികളും ഡാൻസൊക്കെ ചെയ്തു കേട്ടോ. അപ്പോൾ ഇതായിരുന്നു ഇന്നത്തെ ഈ ഒരു വീഡിയോ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എപ്പോഴും പറയണ പോലെ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. സീ ഓൺ മൈ നെക്സ്റ്റ് വീഡിയോ. ബൈ.